കുക്കിമോൾക്ക് ഒരു കുഴപ്പമില്ല, അവളിങ്ങി വരും. നീ ഇങ്ങനെ കരഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങൾക്കിനി അതും കൂടി താങ്ങാൻ വയ്യയും ചെയ്യും. പറയുന്നേക്ക് എഴുന്നേറ്റ് വാ. തലച്ചോറിനകത്ത് ബ്ലഡ് ക്ലോട്ടായി കാണുന്നുണ്ട്. അബോർഷൻ വീഴ്ചയിലുണ്ടായതല്ല, അടിവയറ്റിൽ ചവിട്ടിയിട്ടുണ്ടായതാ. ബൂട്ടിന്റെ പാട് കിടപ്പുണ്ട് ശരീരത്തിൽ. സാർ, അത് അവന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്തു പോയത്. സാർ, അവന്റെ ബൈക്കിന് ഇപ്പോഴും ബോധം വീണിട്ടില്ല. അവൾ ഉണരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അവനെയായിരിക്കും. ഞാനിവിടെ ഇരുന്നോളാം, മമ്മി വയ്ക്കാം. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇയാൾക്ക്? എന്താ, എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഓർമ്മയുണ്ട് എല്ലാം. എടി, നമുക്ക് ഇനിയും. മമ്മി, എനിക്കൊന്ന് കിടക്കണം. പുറത്ത് പോകാൻ പറ. മമ്മി, എനിക്കൊന്ന് ഉറങ്ങണം. ഇതിനൊക്കെ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങി അതിനെ നേരം ഉണ്ടാവും നിനക്ക്. എനിക്കൊന്നും ഓർമ്മയില്ല, ഫുൾ ബ്ലാങ്ക് ആയ പോലെ. മമ്മി എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അവിടെ എങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പോരായിരുന്നു? എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകണം കൊറിയയ്ക്ക്. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെയായി പറയുന്നേ? ഡോക്ടർ ഇനിയിപ്പോ എന്ത് ചെയ്യും? നോക്കൂ, ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുട്ടിക്ക് നിങ്ങളെല്ലാം തിരിച്ചറിയാം. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ചിലപ്പോൾ ഈ ഓർമ്മകൾ ഏത് നിമിഷവും തിരിച്ചു വരാം, മറ്റു ചിലപ്പോൾ എന്നേക്കുമായി നഷ്ടപ്പെടാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെന്ന് പറഞ്ഞതുകൊണ്ട് ആള് വിശ്വസിക്കണമെന്നില്ല. അവളിപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് പഴങ്ങിപ്പോയ കുക്കിയാണ്, വാശിയും ദേഷ്യവും ഒക്കെയുള്ള കുക്കി. അതുകൊണ്ട് നീ അവളെ കാണാനോ സംസാരിക്കാനോ ഒന്നും പോണ്ട. പിന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് കൂക്കി വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല അവളങ്ങോട്ട് വരുമെന്ന്. വേറെ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, കൂക്കിയെ യുവഞ്ചിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. ജിസോയോട് നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പറയാം. മമ്മി പറഞ്ഞു നീ പ്രഗ്നൻ്റ് ആണെന്ന്. ഇപ്പൊ സൂക്ഷിക്കേണ്ട സമയമല്ലേ, പിന്നെന്തിനാ നീ വന്നേ? എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി. നീ ചെവിയെ വിഷമിപ്പിക്കില്ലേ? പിന്നീട് നീ തന്നെ വിഷമിക്കേണ്ടി വരും. ഇതെല്ലാം ഓർത്തിട്ട് നീ പോവാൻ നോക്ക്. എനിക്ക് തലവേദനിക്കുന്നു, ഒന്ന് കിടക്കണം. എന്നോട് ദേഷ്യമാണോ നിനക്ക്? ഇതുവരെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇവിടെ ഇരുന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ ചിലപ്പോൾ ദേഷ്യം വരും. അതിനു മുമ്പ് നീ പൊയ്ക്കും. சொல்லிவிட்டு முத்தமிட்டு தள்ளிவிட்டு போ.